ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായിട്ട് നമുക്ക് ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടും ഇപ്രകാരം ആയിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. ദൈവം കഴിഞ്ഞ ഒരു വർഷമായിട്ട് കൃപ തന്നു. ഉൽപ്പത്തി പുസ്തകവും അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം വരത്തിൽ നിന്ന് ദൈവം നമ്മോട് ചിന്തിക്കുന്ന ചില ധ്യാന ചിന്തകൾ ദിവസവും പങ്കിടുവാൻ. ഇതൊരു പഠന പദ്ധതിയല്ല, ഇത് ധ്യാന ചിന്തകൾ മാത്രം പറയുന്ന ഒരു ഇതായിട്ടാണ് നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദൈവം അനുവദിച്ചാൽ ഇന്നു മുതൽ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 4-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് മോസസ് കമ്മീഷൻ ഫ്രം ഗോഡ്. വലിയവനായ ദൈവം മോശയ്ക്ക് നിയോഗം കൊടുക്കുകയാണ്. എന്താണ് ഇനിയും അടുത്തതായിട്ട് ചെയ്യേണ്ടത്? ലെസൺസ് ഓൺ ഫെയ്ത്ത് ഫ്രം മോസസ് റിലൂക്റ്റൻറ്റ് കമ്മീഷൻ ടു സേവ് ദ ലോർഡ്. വലിയവനായ ദൈവം പറയുന്നതായ ആ കാര്യങ്ങളിൽ അത് ചെയ്യുവാൻ മോശയുടെ ജീവിതത്തിലുള്ളതായ വിശ്വാസത്തിൽ നിന്നും ചില പാഠങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ അധ്യായത്തെ മെയിനായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കുവാനായിട്ട് സാധിക്കും. 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഗോഡ് ഗീവ്സ് മോസസ് സൈൻസ് ടു കൺഫേം ഹിസ് മിനിസ്ട്രി. വലിയവനായ ദൈവം മോശയെ ഏൽപ്പിച്ച ആ ദൗത്യത്തെ അത് ഒന്ന് കൺഫേം ചെയ്യുവാൻ, ഉറപ്പിക്കുവാൻ തക്കവണ്ണം അടയാളങ്ങളും അത്ഭുതങ്ങളും മോശയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ആദ്യ ഭാഗത്ത്. 18 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ മോസസ് ലീവ്സ് മിദ്യാൻ ഗോസ് ടു ഈജിപ്റ്റ്. മോശ മിദ്യാനിൽ നിന്ന് വിട്ട് തിരിച്ച് ആ മിസ്രൈമിലേക്ക് പോകുന്ന രംഗമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയും യാം എന്ന് പറയുന്ന ആൾ, ആ ദൈവം മോശയെ വിളിക്കുന്ന രംഗമാണ് കാണുന്നത്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം എന്ന് പറയുന്നതും 3-ാം അധ്യായത്തിൽ ആ മുൾപ്പടർപ്പിൽ കണ്ട വലിയവനായ ദൈവം മോശയോട് സംസാരിക്കുന്ന ആ സംസാരം അത് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണ് ചെയ്യുന്നത്. നാം പുറപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ മോശ ദൈവത്തിന് വിരോധമായി ദൈവം വിളിക്കുന്ന ആ വിളിക്ക് തടസ്സപ്പെടുത്തുന്ന 5 കാര്യങ്ങളാണ് ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. താൻ പറഞ്ഞ ആദ്യത്തെ 2 തടസ്സത്തിനും അല്ലെങ്കിൽ ക്വസ്റ്റ്യനും വലിയവനായ ദൈവം ആൻസർ കൊടുക്കുകയാണ്. അതിൻ്റെ ആൻസർ കാണിക്കുന്നത് തനിക്ക് സ്വന്തമായിട്ട് വിശ്വാസത്തിൽ കുറവ് സംഭവിക്കുന്നു. എന്നാൽ 3-ാമത്തെ കാര്യത്തിൽ, തടസ്സത്തിൽ, അത് കാണിക്കുന്നത് തനിക്ക് ദൈവത്തിലുള്ളതായ വിശ്വാസത്തിൻ്റെ അഭാവമാണ് കാണിക്കുന്നത്. മോശ വിശ്വാസത്തിന് വേണ്ടി അല്ലെങ്കിൽ വിശ്വാസത്തിൽ കഷ്ടപ്പെടുന്നത് അത് നമുക്ക് എല്ലാവർക്കും ദൈവത്തിലുള്ള ആശ തരികയാണ് ചെയ്യുന്നത്. നാം ഇവിടെ കാണുന്നത് വലിയവനായ ദൈവം മോശയെ അവൻ വിശ്വാസത്തിൽ
ക്ഷീണിച്ചവനാണ്, കുറവുള്ളവനാണ്. എന്നിട്ട് പോലും മോശയെ വിളിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, വലിയവനായ ദൈവം ഒരിക്കലും നാം വിശ്വാസത്തിൽ ഒന്ന് ചഞ്ചലപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ദൈവം നമ്മെ മറന്നു പോകുകയില്ല, ദൈവം നമ്മെ തിരസ്കരിക്കുകയില്ല. ആ ദൈവത്തെയാണ് മോശയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, മോശയുടെ ഈ ജീവിതത്തിലുള്ളതായ ഈ പരാജയം, അത് പ്രത്യേകിച്ചൊരു 7 കാര്യങ്ങളെ നമ്മളോട് എടുത്ത് കാണിക്കുകയാണ്. ഒന്നാമതായിട്ട് മോശയുടെ ആ സംശയം. എങ്കിലും വലിയവനായ ദൈവം അവനെ സ്വീകരിച്ചു. അതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവം നമ്മെയും സ്വീകരിക്കും. വലിയവനായ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ എപ്പോഴും നമുക്ക് വിശ്വാസവും ഉറപ്പും ഉണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ആ 3 അടയാളങ്ങൾ വലിയവനായ ദൈവം മോശയിലൂടെ ചെയ്തു. അത് നാം കാണിക്കുന്നത്, വലിയവനായ ദൈവത്തിന് നമ്മുടെ വിശ്വാസത്തിലൂടെ രൂപാന്തരം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നാം ദൈവത്തിൻ്റെ ന്യായവിധിയെ അഭിമുഖീകരിക്കേണ്ടി വരും. ആദ്യത്തെ 2 അടയാളം ദുഷ്ടതയിൽ നിന്ന് നന്മയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നതാണ് കാണുന്നത്. എന്നാൽ മൂന്നാമത്തെ അത് ന്യായവിധിയെ കാണിക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, മോശ തനിക്ക് സംസാരിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വിളിയെ തിരസ്കരിക്കുമ്പോൾ അതിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ച് കാണിക്കുന്നത്, നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. മാത്രമല്ല, നാം വലിയവനായ ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവമാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയും ഉണ്ടായിരിക്കണം. നാലാമതായിട്ട് ഇതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, മോശ ദൈവത്തോട് പറയുകയാണ്, എനിക്ക് പകരം മറ്റേ ആരെയെങ്കിലും വിടണമേ. ഇത് വെളിവാക്കുന്നത്, നാം എപ്പോഴും ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. മാത്രമല്ല, ദൈവത്തിൻ്റെ വിളിയെ നാം അതിനെ അനുസരിക്കുന്നവരും അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുന്നവരും ആയിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ കാണുന്നത്. അഞ്ചാമതായിട്ട് നാം കാണുന്നത്, മോശ മിദ്യാനിൽ നിന്ന് പോകുന്നതായ സമയത്ത് തൻ്റെ അമ്മായപ്പനോട് എന്തിനാണ് അല്ലെങ്കിൽ ഏത് കാരണത്താലാണ് താൻ അവിടെ നിന്ന് പോകുന്നത് എന്ന് ശരിയായ രീതിയിൽ വെളിപ്പെടുത്തിയില്ല. ഇതിൽ നിന്ന് ദൈവം നമ്മോട് കാണിക്കുന്നത്, നാം സത്യം വെളിപ്പെടുത്തുമ്പോൾ, നാം വലിയവനായ ദൈവത്തെ സേവിക്കുമ്പോൾ ആ സത്യം വെളിപ്പെടുത്തുവാൻ ഒരിക്കലും നമ്മൾ മടിയുള്ളവരായിരിക്കരുത്. ആറാമതായിട്ട് നാം കാണുന്നത്, മോശ തൻ്റെ മകനെ പരിച്ഛേദന ചെയ്യേണ്ടതിന് വേണ്ടി തോറ്റുപോയി, ചെയ്തില്ല. ഇത് നാം കാണുന്നത്, വെളിപ്പെടുത്തുന്നത്, നമുക്ക് എപ്പോഴും ദൈവത്തിൽ വിശ്വാസവും അതുപോലെ തന്നെ ദൈവവചനത്തോട് ഒരു ഭയവും ഉള്ളവർ ആയിരിക്കണം.
അതായത് നാം എന്താണ് പ്രസംഗിക്കുന്നത് അത് നാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികം ആക്കണം. നാം ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് നാം പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളെ നാം ഒരിക്കലും ഒരു കപടഭക്തിക്കാരെ പോലെ കൊണ്ടുപോകരുത്. ഏഴാമതായിട്ടും അവസാനമായിട്ട് നാം കാണുന്നത് യഹൂദന്മാരുടെ ആ വിശ്വാസം ദൈവവചനം സത്യമാണെന്ന് അംഗീകരിക്കുന്നു. ഇതിൽ നിന്ന് ദൈവം നമ്മെ വെളിപ്പെടുത്തുന്നത് വലിയവനായ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ അത്ഭുതങ്ങളും അവൻ്റെ ആ ഉറപ്പിലും ദൈവവചനത്തിലുള്ളതായ ആ നിസ്വസ്ഥതയിലും നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. ഈ വചനങ്ങൾ മുഖാന്തരം വലിയവനായ ദൈവം ആ രീതിയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.